എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അയോധ്യാധിപതിയായിരുന്ന ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടായിരുന്നില്ല എന്ന അതീവ ദുഃഖത്തെ മറികടക്കുവാൻ ഋഷിശൃംഗനെ എന്ന മഹാമുനിയെ വരുത്തി പുത്രകാമേഷ്ടി യാഗം നടത്തി അതിലൂടെ ലഭ്യമായ ദിവ്യ ഔഷധം തൻ്റെ ഭക്തിമാർക്ക് പങ്കിട്ടു നൽകി. അവരിൽ നിന്ന് 4 പുത്രന്മാർ ലഭിച്ച പരമാനന്ദത്തിലേക്ക് അദ്ദേഹം വന്നു ചേർന്നു. അങ്ങനെ 4 പുത്രന്മാർ ജനിച്ചു. കൗസല്യാതനയനായ ശ്രീരാമനും അതുപോലെ കൈകേയീതനയനായ ഭരതനും സുമിത്രാനന്ദന്മാരായിട്ടുള്ള ലക്ഷ്മണനും ശത്രുഘ്നും ഇങ്ങനെ 4 പുത്രന്മാർ ജന്മമെടുത്തു. ഈ 4 പുത്രന്മാർ ജനിച്ചതോടുകൂടി അയോധ്യയും അതുപോലെ തന്നെ ദശരഥൻ്റെ കൊട്ടാരവുമൊക്കെ വളരെ ആനന്ദത്തിൻ്റെയും ഉത്സവ പ്രതീതിയായി. കുട്ടികളുടെ കരച്ചിലും അതുപോലെ തന്നെ കുട്ടികളുടെ ഇഴഞ്ഞു നടക്കലുകളും അവരുടെ കളിയും ചിരിയും ഒക്കെ കൊണ്ട് തന്നെ അയോധ്യാവാസികളുടെ മനം കുളിർത്തു. അപ്രകാരം മുന്നോട്ട് പോകുന്ന വേളയിൽ ആ മക്കളെ 4 പേരെയും ഒരുപോലെ തന്നെ സ്നേഹവാത്സല്യത്തോടുകൂടി പരസ്പരം ഈ 3 അമ്മമാരും ദശരഥനും മറ്റുള്ളവരും ഒക്കെ തന്നെ പരിചരിച്ചു. അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ ശ്രേഷ്ഠമായ വിദ്യാഭ്യാസം അവർക്ക് നൽകി. എല്ലാ തരത്തിലും വളരെ മികവുറ്റ ശ്രേഷ്ഠന്മാരായിട്ടുള്ള കോമള തനയനന്മാരായി എല്ലാവരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന കഥാപാത്രങ്ങളായി 4 പേരും മാറി. വിശിഷ്യ ശ്രീരാമചന്ദ്ര ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്ത് തന്നെ അദ്ദേഹത്തിൽ പ്രകടമായിരുന്ന ദിവ്യമായ പക്വതയും സമചിത്തതയും ശാന്തതയും ഒക്കെ തന്നെ മറ്റുള്ളവർക്കൊക്കെ തന്നെ മാതൃകയായി മാറി. തൻ്റെ അനുജന്മാരെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം അവിടെ സുമിത്രയും അതുപോലെ തന്നെ കൈകേയിയും കൗസല്യയ്ക്ക് തുല്യരായി മാറി. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെ ബാല്യകാലത്ത് ഏതൊക്കെ തരത്തിലുള്ള വിദ്യകളാണോ നേടേണ്ടത് വശിഷ്ഠനിൽ നിന്നും മറ്റുള്ള ഗുരുനാഥന്മാരിൽ നിന്നും എല്ലാവിധമായ അസ്ത്ര സമ്പ്രദായങ്ങളും വിദ്യകളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ചു. അച്ഛനോടൊപ്പം ബാല്യകാലത്ത് തന്നെ രാജകീയമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ചെലുത്തുന്ന ഉത്തമനായ വ്യക്തിത്വമായി മാറി. അങ്ങനെ ശാന്തയുക്തനായി മാറുന്ന ശ്രീരാമൻ്റെ ബാല്യകാലം സഹോദര സ്നേഹത്തിൻ്റെ ഹൃദ്യമായ മധുരത്തെ സർവർക്കും പകർന്നു നൽകുന്ന കാലമായി മാറി. സ്നേഹം കൊണ്ടാണ് ഹൃദയത്തെ കീഴടക്കേണ്ടതെന്നും സ്നേഹത്തേക്കാൾ വലിയൊരു ആയുധം മനുഷ്യനെ കീഴടക്കാൻ വേറെയില്ല, പ്രപഞ്ചത്തെ കീഴടക്കാൻ വേറെയില്ല, പ്രകൃതിയെ കീഴടക്കാൻ വേറെയില്ല എന്ന് കാട്ടിത്തരുന്ന സ്നേഹസമ്പന്നനായ രാമൻ ധർമ്മത്തിൻ്റെ പ്രതിസ്വരൂപനാണ്, ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. അങ്ങനെ രാമൻ തൻ്റെ സ്നേഹം കൊണ്ട് അവിടെ പരിപൂർണമായും തൻ്റെ സഹോദരന്മാരെയും മാതാപിതാക്കളെയും സ്നേഹാദരവോടുകൂടി ഗുരുജനങ്ങളെയും ഒക്കെ തന്നെ ശുശ്രൂഷിച്ച് അവർക്കൊക്കെ ഉത്തമനായ പ്രിയപ്പെട്ടവനായി രാമൻ മാറുകയുണ്ടായി. ഇവിടെ രാമ കഥയിലെ സഹോദര സ്നേഹത്തിൻ്റെ അമൂല്യതയെക്കുറിച്ച് ബോധിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്തെന്ന് ചോദിച്ചാൽ, രാമലക്ഷ്മണന്മാരെല്ലാവരും കളിക്കാനായി പോകും. അങ്ങനെ കളി കഴിഞ്ഞൊരു ദിവസം നോക്കുമ്പോൾ കൗസല്യ നോക്കുമ്പോൾ അവിടെ ലക്ഷ്മണൻ കരഞ്ഞുകൊണ്ട് വരുന്നു, രാമൻ ചിരിച്ചുകൊണ്ടും കടന്നു വരുന്നു. എന്താണ് ഇതിന് കാരണം എന്ന് അന്വേഷിച്ചു. കൗസല്യയ്ക്ക് സംശയമായി. രാമൻ പറഞ്ഞു, എനിക്കറിയില്ല, അവനോട് ചോദിക്കൂ. ലക്ഷ്മണനാകട്ടെ വിങ്ങി പൊട്ടുകയാണ്, കാരണമൊന്നും പറയുന്നില്ല. അവസാനം ലക്ഷ്മണനെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, എന്തേ, നീ കളിയിൽ പരാജയപ്പെട്ടോ, അതുകൊണ്ടാണോ നീ കരയുന്നത് എന്ന് ചോദിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല, ഞാൻ പരാജയപ്പെട്ടില്ല, ഇന്ന് ആദ്യമായി ഞാൻ കളിയിൽ ജയിച്ചു. അപ്പോൾ ചോദിച്ചു, അതിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണോ, അതുകൊണ്ടാണോ കരയുന്നത് എന്നായി കൗസല്യയുടെ അന്വേഷണം. അതുമല്ല കരയുന്നതിൻ്റെ കാരണം, എല്ലാ ദിവസവും കളിയിൽ ജയിച്ചത് ജ്യേഷ്ഠനായ രാമനായിരുന്നു. അദ്ദേഹം ജയിക്കുന്നതായിരുന്നു എനിക്ക് ആനന്ദം. ഞാൻ തോൽക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ മുന്നിലാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഞാൻ തോക്കുന്നത് എനിക്ക് അഭിമാനമായിരുന്നു, എനിക്ക് സന്തോഷപ്രദമായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ എപ്പോഴും ജയിക്കണം എന്നുള്ളതായിരുന്നു അനുജനായ എൻ്റെ പ്രാർത്ഥനയും അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹവും. പക്ഷേ ഇന്ന് ജ്യേഷ്ഠൻ കളിയിൽ തോറ്റു, ഞാനിന്ന് ജയിച്ചു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ തോറ്റുപോയല്ലോ എന്ന ചിന്ത വന്നപ്പോൾ ഞാൻ കളിയിൽ ജയിച്ചിട്ട് എന്താ കാര്യം, എൻ്റെ ജ്യേഷ്ഠൻ തോറ്റു എന്ന ദുഃഖം എനിക്ക് താങ്ങാനാവുന്നില്ല. ആ ദുഃഖം കൊണ്ടാണ് ഞാനിന്ന് കരഞ്ഞത് എന്ന് പറയുന്ന സമയം രാമഭഗവാൻ തൻ്റെ കാരുണ്യവർഷം കൊണ്ട് ആ ലക്ഷ്മണനെ സ്നേഹാധിക്യം കൊണ്ട് നോക്കുകയാണ്. അത്ര കണ്ട് സ്നേഹത്തോടു കൂടി തൻ്റെ ജ്യേഷ്ഠനോടുള്ള സമർപ്പണ ഭാവം ബാല്യകാലത്ത് മുതൽ ആരംഭിച്ചതാണ്. നമുക്ക് പിന്നീടുള്ള ഭാഗത്തിൽ വളരെ വിശാലമായി നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ ആ സാഹോദര്യത്തിൻ്റെ
ആ അമൂല്യമായ അമൂർത്തമായ ഭാവത്തെ ഹൃദയത്തിലേറ്റിക്കൊണ്ടാണ് രാമായണം മുന്നോട്ട് പോകുന്നത്. ആ രാമചരിതം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിൽ അതിൻ്റെ സ്പന്ദനമുണ്ടായാൽ, നമ്മുടെ വീടുകളിലെ സഹോദര സ്നേഹം നമ്മളൊന്ന് ആലോചിക്കുക. ഇന്നത്തെ കാലത്ത് സമ്പത്തിന് വേണ്ടിയും സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും സഹോദരങ്ങൾ തമ്മിൽ പോലും പോരടിക്കുന്ന, പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മാതാപിതാക്കളെപ്പോലും നിഗ്രഹിക്കാൻ മടിയില്ലാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. മദ്യവും മയക്കുമരുന്നും MDMA പോലെയുള്ള മാരകമായ രാസലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ മൂല്യത്തെ അറിയാതെ സ്വജീവിതം തകർത്ത് കളയുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെ തിരിച്ചറിയേണ്ടത്. ഉന്നതമായ ആശയങ്ങളോടെ ജീവിക്കേണ്ടതാണ് നമ്മുടെ ജീവിതം എന്നത് ബാല്യകാലത്ത് തന്നെ ഉറപ്പിക്കേണ്ടതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ധാർമ്മികമായ വിദ്യാഭ്യാസം ഉണ്ടാകണം. നമ്മളെ കുട്ടികൾ ഏതേത് മേഖലകളിലേക്ക് പോയാലും അവരുടെ ജീവിതത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ, അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ദുശീലങ്ങൾക്കും വന്നു ചേരാതെ, അവരൊരിക്കലും ചെളിക്കുണ്ടിലേക്ക് വീഴാതിരിക്കാനുള്ള കവചം നൽകേണ്ടത് മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ ശ്രദ്ധയോടുകൂടിയ പരിചരണത്തിൽ ഏറ്റവും പ്രധാനമാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണം. അവർക്കാവശ്യമായ ധാർമ്മിക വിദ്യാഭ്യാസം പകർന്നു നൽകുക. അത്തരമുള്ള വിദ്യാഭ്യാസത്തെ പകർന്നു നൽകുവാനും ആ കുട്ടികളിലേക്കും മുതിർന്നവരും ഒരുപോലെ തന്നെ ഈ രാമതത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയോടെ നിങ്ങളെല്ലാവരും തുടർന്നും ഈ രാമസാഗരം ശ്രവിക്കും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ പേജൊന്ന് ഫോളോ ചെയ്യുവാനും, അതുപോലെ ലൈക്ക് ചെയ്യുവാനും, കമൻറ്റ് ചെയ്യുവാനും, ഷെയർ ചെയ്യുവാനും എല്ലാവരും ശ്രദ്ധിക്കും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.